ബാക്ക് ടു എൻ്റെ ഒരു വീഡിയോ. സോ നമ്മളിന്ന് റിയൽ മൈൻക്രാഫ്റ്റ് കയറ്റിയിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര ചുമയാണ്. അപ്പോൾ നമ്മളിന്ന് ഓരോരോ ഷോർട്സ് ആയിട്ടാണ് ഇടാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വീഡിയോയുടെ അകത്ത് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഷോർട്സ് ഇടുന്നത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 47 സബ്സ്ക്രൈബായി. എല്ലാവർക്കും താങ്ക്സ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇത് ഷോർട്സ് ആയിട്ടാണ് ഒന്നും മൊത്തത്തോടെ ഇടാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ക്രിയേറ്റ് കൊടുക്കാം. സാധനം മേടിക്കേണ്ടായത് റിയൽ മൈൻക്രാഫ്റ്റ് തന്നെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. ഞാൻ കൺട്രോളൊക്കെ ഇച്ചിരി മാറ്റിയിട്ടുണ്ട്. സെൻഡ് ലൈക്ക്, ഡു സബ്സ്ക്രൈബ്, സോ ഷെയർ ചെയ്ത് കൊടുക്കാം. ആ സോംബീൻ്റെ അടുത്ത് സ്പിയറുണ്ട്. ഇതെപ്പോഴും ഇതെന്നൊന്ന് ഡൗൺലോഡ് ആയി തുടങ്ങി. സോ ഇതിനകത്ത് നമ്മുടെ 2 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു അപ്ഡേറ്റിൽ നമ്മുടെ സ്പിയറും മെയ്സൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ പോയത് തൊട്ടടുത്ത് തന്നെ ഒരു മരമുണ്ട്. കിട്ടി. സോ ഓക്കെ, ഇവിടെ കുറേ ഷീപ്പുണ്ട്. നമുക്ക് ഇച്ചിരി വൂൾ ഒപ്പിക്കാം. ഓക്കെ, ഫസ്റ്റത്തെ വൂള് കിട്ടി. ഇനി ഒന്നും കൂടെ ഉണ്ടായിരുന്നു. ഒന്നും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഈ ഷേപ്പിൽ നമുക്ക് പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കറുത്താണ്. അതേ സ്പൂണായി പിടിയുന്നില്ല. അവിടെ പംകിൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ നിൽക്കാത്തൊന്ന് നിൽക്ക്. 3 വോള് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ബെഡിൻ്റെ കാര്യത്തിൽ പഠിക്കണ്ട. കേവൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണുന്ന വില്ലേജ് ആണോ? അല്ലല്ലോ. ശ്രദ്ധിച്ച്, അത് മരമാണ്. ഇങ്ങോട്ട് പോവാം. അയം കിട്ടിയായിരുന്നു കൊണ്ടായിരുന്നു. സോ നമുക്ക് എന്നിട്ട് ടൂൾസ് ഉണ്ടാക്കി തുടങ്ങാം. വെച്ച് നമ്മുടെ ഫസ്റ്റ് പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാം. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഇവിടെ എവിടെയും ഒരു കേവ് ഉണ്ടായിരുന്നല്ലോ. നമുക്കെന്തിനാ കേവ് ഇപ്പോൾ? അതേ ഇരിക്കണേ. പക്ഷേ ഇതിനകത്തായിട്ട് ഇപ്പോൾ ഇറങ്ങണോ? സ്റ്റോൺ മാന്താൻ മാത്രമേ ഇറങ്ങാം. സോ നമുക്കിനി സ്റ്റോൺ എടുക്കാം. കോള് നമുക്ക് എടുക്കാം. സോ ഇനി ഇതായിരിക്കും നമ്മുടെ ബേസ്. ചെറിയ ബേസാണ്. ദിസ് ഈസ് മൈ ബേസ്. സോ ഇനി നമുക്ക് ഇവിടെയുള്ള കല്ലെല്ലാം മാറ്റാം. ഇതെടുക്കാം.
നമുക്ക് ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ബെഡ് റെഡിയായി. ഫർണസ് ഉണ്ടാക്കാം. ഫർണസ് ഉണ്ടാക്കി വെച്ചു. സ്റ്റിക്കുണ്ട്. നമുക്ക് സ്റ്റോണിൻ്റെ സാധനത്തിലോട്ട് പോകാം. ഓക്കെ, ഇത്രയും മതി നമുക്ക്. ഇനി നമുക്ക് കുറച്ചും കൂടെ പ്ലാങ്ക് വേണം. അതുകൂടെ ഇട്ടിട്ട് വരാം. അടുത്ത് മരമൊന്നുമില്ല. അപ്പം എന്താട്ടും, എൻ്റെ ബേസ് വിട്ട് എനിക്ക് പോകാനും പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താട്ടോ അങ്ങോട്ട് പോകണോ? എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കാം. 1 2 ഇവിടെ 1 ബേസ്. ഈ വഴി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇതായിരിക്കും എൻ്റെ ബേസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പോവാം. എന്നിട്ട് അമ്മാരം വെട്ടിയിട്ട് വരാം. അങ്ങോട്ട് ഇതാ വീണ്ടും പംകിൻ കാണിക്കുന്നുണ്ട്. വില്ലേജ് ആവാൻ സാധ്യതയുണ്ട്. നമുക്കിനി ആക്സ് എടുത്തിട്ട് ഇതങ്ങോട്ട് മാറ്റാം. ഓക്കെ, നമുക്ക് 6 വുഡ് കിട്ടി. 6 കിട്ടി. ഇനി നമുക്ക് പോവാം. ഇത് അതായിരിക്കണം എൻ്റെ ബേസ്. അവിടെ ഇവിടെ ഇത്രയും മരം ഉണ്ടായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. സാരില്ല, കണ്ടില്ല. ഇനി നമുക്ക് ഇതും പൊട്ടിച്ചിടാം. സോ ഇതാണ് എൻ്റെ ബേസ്. നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കി ഇതേപോലെ ഡോർ ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റും, എനിക്കറിയാം. ഇത് ഇച്ചിരി ഇങ്ങോട്ട്. ഓക്കെ, ഡോർ ഇട്ടിട്ടുണ്ട്. ഇത്രയുള്ളൂ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ബേസ് എന്നുള്ളതും ഇത് നമുക്ക് കളയാം. ഇത് ഞാൻ ഇങ്ങനെ കളയണമെന്ന് കാട്ടിത്തരാം. ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കളയാം. ടാറ്റ. അത് ഡീസ്പോൺ ആയി പോയിക്കോളും. അമ്മേ, നമുക്കിനി ഇവിടെ ഇച്ചിരി കോബിൾ സ്റ്റോണൊക്കെ വെച്ചിട്ട് കേവ് നടക്കട്ടെ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം. ഒരു ചെസ്റ്റ് കിട്ടി. ഇവിടെ വെച്ചിട്ട് ഐറ്റംസ് കയറ്റിയേക്കാം. സോ അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു ഷോർട്സുമായി ഞാൻ വീണ്ടും വരാം. ടാറ്റ, ബൈ ബൈ.